ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ നമ്മുടെ തംബ്നെയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു സീക്രട്ട് ഇൻഡിക്കേറ്ററാണ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ ഇൻഡിക്കേറ്റർ പേര് വേറൊന്നുമല്ല, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ എന്നാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ബേസിക്കലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഇതിനു മുന്നേയുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു എക്സ്ക്ലൂസീവായിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിന് മുകളിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ആ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. സോ ബേസിക്കലി ഈ ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അണ്ടർലൈയിങ് അസെറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർലൈയിങ് ഇൻഡെക്സുമായിട്ട് നമ്മൾ നോക്കുന്ന സ്റ്റോക്കിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഈ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യുന്നത്. ബേസിക്കലി നിഫ്റ്റി എന്ന ഒരു ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ് നിങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയും. അതായത് ആസ് റിലേറ്റീവ് ടു ദ മാർക്കറ്റ് ഓർ ആസ് റിലേറ്റീവ് ടു ദ ഇൻഡെക്സ് വാട്ട് ഈസ് ദ സ്ട്രെങ്ത്. അതായത് ഈ ഇൻഡെക്സിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. സോ ഐഡിയൽ കേസ് സിനാരിയോ, ഇപ്പോൾ ഇതിപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു സ്റ്റോക്കിന് റിലേറ്റീവ് സ്ട്രെങ്ത് ഉണ്ടെന്ന്. സോ ഈ കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇൻഡിക്കേറ്റർ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. സോ ട്രേഡർ ലൈൻ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ പെയിനിൽ അടിച്ചു കൊടുത്തിട്ട് ട്രേഡർ ലൈൻസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഓർ റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ എന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെയാണ് വരിക. ഈ ഇൻഡിക്കേറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിൽ വന്നിട്ട് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം മൂവ് ടു എക്സിസ് ന്യൂ പെയിൻ ബിലോയിൽ ക്ലിക്ക് ചെയ്യുക. സോ ബേസിക്കലി ഈ ഇൻഡിക്കേറ്റർ ഇതിൻ്റെ താഴത്തൊരു പെയിനിൽ നമുക്ക് വരും. അതിനുശേഷം ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു റീഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബേസിക്കലി ഇതൊരു മൂവിങ് ആവറേജ് ലൈനാണ്. ഈ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഈ ഒരു ലൈൻ, ഈ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആസ് കമ്പയർഡ് ടു ദ അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർലൈയിങ് ഇൻഡെക്സ് ഏതാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഇൻഡെക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നു. അതായത് ഈ ഇൻഡെക്സ് താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഈ സ്റ്റോക്ക് താഴത്തേക്ക് പോകുന്നില്ല, ഇത് സൈഡ് വേസ് അല്ലെങ്കിൽ മുകളിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ സെറ്റിംഗ്സിൽ വന്നിട്ട് ഇവിടെ SPX ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ US സ്റ്റോക്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്തെങ്കിൽ SPX എടുക്കാം. പക്ഷേ നമ്മുടെ കോണ്ടെക്സ്റ്റ് നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിഫ്റ്റി 500 സ്റ്റോക്സോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സോ മേ ബി നിഫ്റ്റിയും എടുക്കാം. പക്ഷേ നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റായിട്ട് സ്വിംഗ് ട്രേഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ഏരിയ മുതൽ ഇങ്ങോട്ട് ഈ ഇത് ഞാൻ വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഫോർ യുവർ കോണ്ടെക്സ്റ്റ്. ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ചാർട്ടിൽ ദാറ്റ് ഈസ് 31st of Jan 2022 അവിടെ മുതൽ ഈ സ്റ്റോക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴത്തേക്കായിരിക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് താഴെ ഉള്ളത്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണല്ലേ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വീണു. പക്ഷെ അപ്പോഴും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വീണപ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ലൈൻ, ഈ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ അതിൻ്റെ മൂവിങ് ആവറേജ് ലൈനിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റോക്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റഡാറിൽ ഈ സ്റ്റോക്ക് വേണമെന്ന്. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴത്തേക്കാണ് വീണത്. അതിൻ്റെ അർത്ഥം റിലേറ്റീവ് സ്ട്രെങ്ത് ഇവിടെ ഉണ്ട്. അത് മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്സിനെ വാങ്ങുന്നതായിരിക്കാം. ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല, പക്ഷേ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ബേസിൽ നിന്നാണ് വരുന്നത്. അതും വേറൊരു കോൺസെപ്റ്റാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വേണമെങ്കിൽ വെക്കാം. ഇതൊരു വലിയൊരു ബേസിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം നല്ലൊരു കൺസോളിഡേഷൻ ഇവിടെ ഈ ഒരു സ്റ്റോക്ക് തന്നു. നല്ലൊരു സ്മോൾ ടൈറ്റ് കൺസോളിഡേഷൻ തന്ന് ആ സമയത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്? വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. ഹൈ റിലേറ്റീവ് സ്ട്രെങ്ത് തന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. സോ അവിടെ നിന്ന് ഒരു 10 പീരീഡ് മൂവിങ് ആവറേജ് ഇതാണ്. ഇത് 10 പീരീഡ് മൂവിങ് ആവറേജ് ആണ്. ഇത് 20 പീരീഡ് മൂവിങ് ആവറേജ് ആണ്. ഇത് 50 പീരീഡ്
മൂവിങ് ആവറേജ്. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 80% മൂവിന് സ്ട്രേറ്റ് ലൈൻ പോയിട്ടുണ്ട് ഈ സ്റ്റോക്ക്. പക്ഷേ മാർക്കറ്റ് എന്താ ചെയ്തത്, വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ തന്ന് താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എത്ര ശതമാനം വീണു, 8% വീണപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ സ്റ്റോക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് എത്ര ശതമാനം, 78% മുകളിലേക്കാണ് പോയത്. സോ ഇതിന് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീക്ക്ലി സ്കാനിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഈസി ആയിട്ട് ഈ ഒരു സ്റ്റോക്കിനെ നോക്കുക. ഈ സ്റ്റോക്ക് നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പ്ലോട്ട് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ നോക്കുക അത് ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പോസിറ്റീവിലാണോ അതോ മൂവിങ് ആവറേജിന് മുകളിലാണോ. ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സ്റ്റോക്ക് വയ്ക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു രീതിയിൽ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വാഡിലാൽ ഇൻഡസ്ട്രീസിൽ റിലേറ്റീവ് സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അസാഹി ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കിയേ സ്ട്രോങ് റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. കാരണം മാർക്കറ്റ് ഭയങ്കരമായ സൈഡ് വേസിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഹൈ ഇതായിരുന്നു, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ഹൈ ഇതായിരുന്നു. ആ സമയത്ത് മാർക്കറ്റും ഓൾമോസ്റ്റ് അതിൻ്റെ ഹൈസിൽ തന്നെ നിന്നിട്ട് മാർക്കറ്റും പോട്ടെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ അസാഹി ഇന്ത്യ ഗ്ലാസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ഒരു ഹൈസിൽ തന്നെ നിന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. വീണ്ടും അതിൻ്റെ ഹൈസ് തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഈ ഒരു ഇൻഡെക്സ് അതിൻ്റെ ഹൈസ് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ഒരു സൈഡ് വേസ് മൂല ആണ് നിന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ഓബിയസ്ലി പിന്നെ മാർക്കറ്റ് ഭയങ്കരമായി ഒരു ബെയറിഷ് ആയപ്പോൾ ഈ സ്റ്റോക്കും വീണു. ആ വീണ് കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റോക്കിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് പോയി, കാരണം മാർക്കറ്റിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് വീണു. അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഈ ലെവലിൽ നിങ്ങൾ എൻട്രി എടുക്കാൻ ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതൊരു നെഗറ്റീവ് കൺസോളിഡേഷൻ ഫേസിലാണ് ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് പോകുന്നത്. അതിനുശേഷം വീണ്ടും ഒരു സ്ട്രോങ് അപ്പ് മൂവ്, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ, നല്ലൊരു കൺസോളിഡേഷൻ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഈ ഒരു കൺസോളിഡേഷൻ സമയത്ത് നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ മുകളിലേക്ക് പോകുന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് ഈ ലോയസ്റ്റിലേക്ക് വന്നു, അതായത് ഈ മാർക്കറ്റ് ഈ ഒരു ലോയിൽ വന്നു. അതിനുശേഷം മാർക്കറ്റ് ചെറിയ റാലി ചെയ്തു. അതിനുശേഷം വീണ്ടും ബ്രേക്ക് ഡൗൺ ആയി മാർക്കറ്റ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലോന് താഴെ ക്ലോസ് ചെയ്തു. പക്ഷെ അതേ സമയം ഉണ്ടാക്കിയ ലോന് താഴെ നമ്മുടെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തില്ല. അതിന് പകരം എന്താണ് സ്റ്റോക്ക് ചെയ്തത്, സ്റ്റോക്ക് ആ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും ചെറിയ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്തു. ആ വീണ്ടും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലോയും കൂടെ ബ്രേക്ക് ചെയ്തു. അപ്പോഴും നമ്മുടെ അസാഹി ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ് എന്താ ചെയ്യുന്നത്, അത് വീണ്ടും മുകളിലേക്ക് പോവുകയാണ് അല്ലേ. സോ ബേസിക്കലി ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് വീഴുന്നു അല്ലേ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നു, സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം മാർക്കറ്റിലും ചെറിയൊരു റിക്കവറി വരുന്ന സമയത്ത് സ്റ്റോക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. ആ സ്ട്രോങ് ബ്രേക്ക് ഔട്ടിന് ശേഷം ഓൾമോസ്റ്റ് 50% സ്റ്റോക്ക് റാലി ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്റ്റോറി. ഇതാണ് ഈ ഒരു ഏരിയയിൽ ഒരുപാട് സ്റ്റോക്ക്, അതായത് ഈ ജൂൺ 2022 മുതൽ സെപ്റ്റംബർ 2020 വരെ ഒരുപാട് സ്റ്റോക്സ് ഇതുപോലെ മൂവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുക, ഇങ്ങനെ നമ്മൾ റിലേറ്റീവ്ലി സ്ട്രോങ് ആയ സ്റ്റോക്സിനെ കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യണം. ഒബ്വിയസ്ലി ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതിലും റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്സിനെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. ബേസിക്കലി ഇങ്ങനെ പൂൾ ഓഫ് സ്റ്റോക്സ് കണ്ടുപിടിക്കുക, റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള പൂൾ ഓഫ് സ്റ്റോക്സ്. ഇത് ബിയർ മാർക്കറ്റ് സമയത്ത് മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുമ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന ഇങ്ങനത്തെ പൂൾ ഓഫ് സ്റ്റോക്സിനെ കണ്ടുപിടിച്ചതിന് ശേഷം മാർക്കറ്റിൽ ചെറിയൊരു ബൗൺസ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റോക്സ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. സോ ബേസിക്കലി നിങ്ങൾ ഒരു വീക്ക്ലി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു 50 സ്റ്റോക്ക് നിങ്ങൾക്ക് സ്കാനിങ്ങിന് ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ആ 50 സ്റ്റോക്കിൽ നിന്ന് ഒരു 20 സ്റ്റോക്കോ ഒരു 30 സ്റ്റോക്കോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. വീണ്ടും നമുക്ക് വേറൊരു റാൻഡം സ്റ്റോക്കിലേക്ക് പോവാം, BLS. സോ BLSലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലെവലിൽ കണ്ടോ മാർക്കറ്റ് വീണ്ടും ഈ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അസാഹി ഇൻഡസ്ട്രിയേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയ സ്റ്റോക്കാണ്, കാരണം അധികം വീണിട്ടില്ല, റൈറ്റ്. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹൈയിൽ നിന്നും സ്റ്റോക്ക് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വലിയ റിലേറ്റീവ് സ്ട്രെങ്ത് സ്റ്റോക്ക് കാണിക്കുന്നില്ല. അതിനുശേഷം മാർക്കറ്റ് എന്തായി,
മാർക്കറ്റും വീണ് തുടങ്ങി. മാർക്കറ്റ് വീണ് തുടങ്ങിയപ്പോൾ പക്ഷേ സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റോക്ക് വീഴുന്നത്, സോറി മാർക്കറ്റ് വീഴുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്? ഏകദേശം ഈ ലെവലിൽ നിന്ന് സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ തന്നു. ഓൾമോസ്റ്റ് എത്ര ശതമാനം? 20% ഫോൾ തന്നു. അതിനുശേഷം ഒരു ചെറിയ രീതിയിൽ കൺസോൾട്ടേറ്റ് മാർക്കറ്റ് ഒന്ന് അപ്സൈഡായി പോകുമ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. പിന്നെയും വീണ്ടും ഒരു പിവറ്റ് നമുക്കിവിടെ കിട്ടുന്നു. പിന്നെയും മുകളിലേക്ക് പോകുന്നു. ഈ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. വീണ്ടും മാർക്കറ്റ് ഒരു ഡൗൺഫോൾ, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്റ്റോക്ക് വീണ്ടും ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലും വീണ്ടും ഹയർ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. ഓൾമോസ്റ്റ് ടോപ്പ് ഓഫ് ദ ബേസ് ഈ സ്റ്റോക്ക് എത്തി. അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട്, റൈറ്റ്. പിന്നെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഫുൾ ഈ ഒരു ലെവൽ വരെ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിന്റെ ബോട്ടം എത്തിയപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് അതിന്റെ ബോട്ടത്തിൽ നിന്ന് 100% റൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മേ ബി ഈ ഒരു ലെവലിന്റെ മുകളിലോ അല്ല അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇതിന്റെ ഒരു മുകളിലോ ആയിട്ട് നമുക്ക് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ഹാൻഡിൽ താഴെ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു മൂവ് അല്ല നമുക്ക് കിട്ടുന്നത്. ഈ ലെവലിൽ നിന്ന് വലിയൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ടെങ്കിലും ഒരു 8% നമ്മളെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാലും 70-80% സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ കണ്ടോ, ഈ സമയത്തൊക്കെ നോക്കിയേ റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ പോസിറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് ദിസ് വീഡിയോ. ഒന്നും കൂടെ ഒരു മേ ബി നമുക്ക് ഡിഫൻസിലെ കുറച്ച് സ്റ്റോക്സ് മേ ബി GRSCന്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടോ നോക്കാം. ഇവിടെ ഒരു ഒബ്വിയസ് ആയ റിലേറ്റീവ് സ്ട്രെങ്ത് നമുക്ക് ബേസിക്കലി കാണുന്നില്ല. സ്റ്റിൽ നമുക്ക് കണ്ടോ, മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ബേസിക്കലി സ്റ്റോക്ക് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആ ലോയിൽ തന്നെ സപ്പോർട്ട് എടുത്തപ്പോൾ മാർക്കറ്റും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലെവൽ സപ്പോർട്ട് കിട്ടിയില്ല മാർക്കറ്റ് ആ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലായി സ്റ്റോക്കിനകത്ത്. പിന്നെയും ഒബ്വിയസ്ലി നമുക്ക് കുറച്ചും കൂടി അഗ്രസീവ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഇതാ ഇവിടെ നല്ലൊരു പിവറ്റ് പോയിന്റ് ഒക്കെ തന്നിട്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഈ ബ്രേക്ക് ഔട്ടിൽ നിന്നും ഓൾമോസ്റ്റ് 30% നമുക്കൊരു മൂവും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്തും ഈ ലോനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് നിൽക്കുന്നത്. ആ ലോനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് കാണുന്നത്. അതിനുശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു അപ്പ് മൂവ് തന്നു. അതിനുശേഷം എന്താ ഈ ഒരു ഹൈക്ക് താഴെ നല്ല രീതിയിലൊന്ന് ഒരു കൺസോൾട്ടേഷൻ തന്ന് ടൈറ്റ് പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് വീണ്ടും ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ദ അപ്സൈഡ്. ഈ ലെവലിൽ നിന്ന് വീണ്ടും ഒരു 40% മൂവ്. സോ പക്ഷേ ഈ ലെവലിലേക്കൊക്കെ വരുമ്പോൾ ബേസിക്കലി മാർക്കറ്റ് കണ്ടോ വീണ്ടും ഒരു സെയിം പ്രൈസ് ആക്ഷനിലാണ് കാണുന്നത്. ഇവിടെ ലോ നമ്മളുടെ സ്റ്റോക്ക് വരെ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസ് വന്നപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? ഈ ലോന്റെ താഴത്തേക്ക് ക്ലോസ് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ആ ലോ ടെസ്റ്റ് പോലും ചെയ്യാതെ വീണ്ടും ഒരു മുകളിലേക്ക് ഒരു മൂവ് ആണ് വന്നത്. വീണ്ടും ഈ ലെവലിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തു. മേ ബി ഇവിടെയൊക്കെ നമുക്കറിയില്ലല്ലോ, ഇവിടേക്ക് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വരാം. വീണ്ടും നമ്മൾ മുകളിലേക്ക് എൻട്രി, നമുക്കറിയാം ഇത് റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്ക് ആണെന്ന് അറിയാം. പക്ഷേ ഈ ലെവലിൽ നോക്കുമ്പോൾ എന്താണ്? റിലേറ്റീവ് സ്ട്രെങ്ത് കാണുന്നില്ല. റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ താഴത്തേക്കാണ്. മേ ബി നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാതിരിക്കാം അല്ലേ? അപ്പോൾ ബേസിക്കലി കാരണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ചോപ്പായി പിന്നെയും ഒരു എൻട്രി ലെവൽ തരുന്നു അവിടെ. സോ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു നമ്മൾ ഒരു അനാലിസിസ് ഓഫ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. വീണ്ടും ഇൻഡെക്സ് വേഴ്സസ് സ്റ്റോക്സ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്നത്. സോ വീണ്ടും ഈ ഒരു നല്ലൊരു ബേസ് വന്നു. ഇവിടെ ഒരു ബേസ് വന്നപ്പോൾ എന്തായിരുന്നു റിലേറ്റീവ് സ്ട്രെങ്ത് ലൈനിൻ്റെ അവസ്ഥ? റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ ബേസിക്കലി ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്കറ്റ് മുകളിലാണ്. മാർക്കറ്റ് ഓൾറെഡി ഈ 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. പക്ഷേ നമ്മുടെ സ്റ്റോക്ക് 10 പീരീഡ് മൂവിങ് ആവറേജ് സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ അതിൻ്റെ മൂവിങ് ആവറേജ് താഴെ പോയി. ഇപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കും ബുദ്ധി. കാരണം ഇവിടെ നിന്ന് അധികം മൂന്ന് മുകളിൽ വന്നിട്ടില്ലല്ലോ, വളരെ രീതിയിൽ ചോപ്പായിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം
സ്റ്റോക്ക് വീഴുന്നു, പക്ഷെ സ്റ്റിൽ ആ സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് വീണ്ടും സ്റ്റോക്ക് ഒരു ലോവറിലോ തന്നപ്പോൾ മാർക്കറ്റും ഒരു ലോവറിലോ തന്നു, പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് പോയി. പിന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്, സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഈ ഒരു ലെവലിൽ നിന്ന് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഓൾറെഡി നമുക്ക് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വന്നു GRSE. അതിനുശേഷം ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ് കിട്ടി 150%. സോ അതൊരു കേസാണ്. പിന്നെ നമുക്ക് റാൻഡമായിട്ട് വേറെ നോക്കാം, SBCL നോക്കാം. സോ SBCL 2022 ബെയർ മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ബിഹേവിയർ നമുക്ക് നോക്കാം. സെയിം കോൺസെപ്റ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യാൻ. SBCL ഒന്നും കാണുന്നില്ല. സോ വെസ്റ്റ് കോസ്റ്റ് പേപ്പേഴ്സ് നോക്കിയോട്ടെ. സോ വെസ്റ്റ് കോസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ബേസ് ആണ് കാണുന്നത്. ഈ ഹ്യൂജ് ബേസും നല്ലൊരു കപ്പിംഗ് പാറ്റേണുമാണ് കാണുന്നത്. ഒബ്വിയസ്ലി ഓൾ ടൈം ഹൈൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന സ്റ്റോക്സുകൾ നമ്മൾ വളരെയധികം വാച്ച് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇത് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ്. പക്ഷേ സ്റ്റോക്ക് ഈ കപ്പിംഗ് ഫോർമേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് വളരെ പൂറായിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത റിലേറ്റീവ് സ്ട്രെങ്ത് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ 50 പീരീഡ് മൂവിങ് അവരെ താഴെ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ആ സമയത്തൊക്കെ ബേസിക്കലി മാർക്കറ്റ് റാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2020 ബുൾ മാർക്കറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്കിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിലും കൂടെ വെക്കുന്നില്ല. പക്ഷേ ബൈ ദ എൻഡ് ഓഫ് 2022 എത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന്, വെസ്റ്റ് കോസ്റ്റ് പേപ്പേഴ്സ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ബെയർ മാർക്കറ്റ് ഏരിയ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു ഹൈ തന്നു, നമ്മുടെ സ്റ്റോക്കും ചെറിയൊരു ഹൈ തന്നു. അതിനുശേഷം സ്റ്റോക്ക് ഈ ലെവലിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് എന്താ ചെയ്തത്, മാർക്കറ്റ് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ആ ലോ ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് സ്റ്റോക്കും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ വലിയൊരു സ്ട്രോങ് ഫാൾ ഇല്ലാതെ തന്നെ ആ ലെവലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് മൂവ് ആണ് നമുക്ക് സ്റ്റോക്ക് തരുന്നത്. ഈ സ്ട്രോങ് മൂവ് എന്ന് വെച്ചാൽ ഈ ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് 80% സ്ട്രെയിറ്റ് മൂവ് നമുക്ക് സ്റ്റോക്ക് തന്നിട്ട് ആ ലെവലിൽ തന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഏരിയ നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നില്ല സ്റ്റോക്ക്. പക്ഷെ ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ സ്റ്റോക്കിനെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഏരിയയിൽ കിടക്കുന്ന സ്റ്റോക്കിനെ നമുക്ക് ഇതിന് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇൻഡിക്കേറ്റർ പറയുന്നു, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ പറയുകയാണ് നമ്മളോട്, യു ഡോണ്ട് ഹാവ് ടു ട്രേഡ് ദി സ്റ്റോക്ക്. കാരണം ഈ സ്റ്റോക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ അവിടെ കഥ മാറിയില്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളോട് ഈ ഇൻഡിക്കേറ്റർ പറയുകയാണ്, നമുക്ക് സ്ട്രോങ് റിലേറ്റീവ് സ്ട്രെങ്ത് കാണുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. ഇപ്പം നല്ല ആക്ടിവിറ്റി സ്റ്റോക്കിൽ വരുന്നുണ്ട്, നിങ്ങൾ ഈ സ്റ്റോക്കിനെ വാച്ച് ചെയ്യണം. ആ സമയത്ത് നമ്മൾ വാച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്താലും ഈ ലെവലിൽ നിന്ന് ഈ ഹൈയിലേക്കും നമ്മുടെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ ഇൻഡെക്സ് ഈ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്കാണ് മൂവ് ചെയ്തത്. അതെന്താണ്, ഇൻഡെക്സ് വീക്കാണ്, സ്റ്റോക്ക് സ്ട്രോങ് ആണ്. അതിനെന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, റിലേറ്റീവ് സ്ട്രെങ്ത് എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ആ റിലേറ്റീവ് സ്ട്രെങ്ത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, മാർക്കറ്റ് ഈ ലെവലിലാണ് ബോട്ടം ആവുന്നത്. ആ മാർക്കറ്റിൻ്റെ ബോട്ടമിൽ നിന്ന് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നു. മാർക്കറ്റ് അതിൻ്റെ ബോട്ടത്തിലാണ് നിൽക്കുന്നത്, നമ്മുടെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ നിയർ ഇറ്റ് ഹൈസ് ആണ് നിൽക്കുന്നത്. ഹൈസിൽ നിന്ന് എത്ര ദൂരമുണ്ട്, ഓൺലി 12% ഫ്രം ദ ഹൈസ് ആണ്. അവിടെ നിന്ന് ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട്, ആ ബ്രേക്ക്ഔട്ടിൽ നിന്ന് നമുക്ക് 78% മൂവ് ഇൻ എ മാറ്റർ ഓഫ് വീക്സ്, റൈറ്റ്. ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ 78% മൂവ് താഴ്ന്നു. അപ്പോൾ ഈ സ്റ്റോക്സ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക, ഈ സ്റ്റോക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ്, റൈറ്റ്. സോ റീസെൻറ്റ് എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് 2022 മാർക്കറ്റാണ്. പക്ഷേ റീസെൻറ്റ് എക്സാമ്പിൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ എംടാറും സ്റ്റെർലൈറ്റ് ടെക്കുമാണ്. എംടാർ ആണ് കുറച്ചും കൂടി ഒബ്വിയസ് ആയ ചോയ്സ്. സോ എംടാർ ടെക്നോളജീസിലേക്ക് വന്നു കഴിഞ്ഞാൽ എംടാർ ടെക്നോളജീസ് ഈ ഒരു ലെവലിൽ ഇതായിരുന്നു അതിൻ്റെ ഹൈ. ആ ഹൈയും ബ്രേക്ക് ചെയ്തിട്ട് എംടാർ ടെക്നോളജീസിൻ്റെ ഹൈ ഇതാണ്, ഓൾ ടൈം ഹൈ ഇതാണ് കേട്ടോ.
അപ്പോൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് വന്ന് എംടാ ടെക്നോളജീസ് എന്ത് ചെയ്യുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു. അതിന് മുന്നേ ഉള്ള പ്രൈസ് റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ആക്ഷൻ നോക്കിയേ, ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രേഡ് ചെയ്യണമെന്നാണോ നമ്മുടെ ഐഡിയ? ട്രേഡ് ചെയ്യേണ്ടതാണോ? ട്രേഡ് ചെയ്യേണ്ട. ഈ ഒരു സ്റ്റോക്ക് ഈ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഈ സ്റ്റോക്കിൽ കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ലെവൽ കഴിഞ്ഞ് സ്റ്റോക്ക് ഇവിടുന്ന് ഈ ലോന്ന് ഈ ഒരു ഹൈ വരെ മൂവ് ചെയ്തില്ല, ആ സമയത്തുള്ള നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്താണ് നമ്മളോട് പറയുന്നത്? യു ഷുഡ് വാച്ച് ദി സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ചെയ്യണം, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് എൻ്റർ ചെയ്യണം എന്ന് തന്നെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പറയുന്നത് നമ്മളോട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻഡെക്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇൻഡെക്സ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇൻഡെക്സ് ഈ ലോ ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് നമ്മുടെ സ്റ്റോക്ക് എത്ര ശതമാനം മുകളിലേക്ക് മൂവ് ചെയ്തു? ഓൾമോസ്റ്റ് 80% മുകളിലേക്ക് മൂവ് ചെയ്ത്, മേ ബി ഈ ലോസിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ 60% മൂവ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇൻഡെക്സ് ഇവിടുന്ന് ചെറിയൊരു ബൗൺസ് എന്നിട്ട് വീണ്ടും ഈ ഒരു ലോ വീണ്ടും ബ്രേക്ക് ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്തു, പിന്നെ ഈ ലോ വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്? വീണ്ടും മുകളിലേക്കാണ് പോകുന്നത്, അല്ലേ? വീണ്ടും മുകളിലേക്ക് ചെന്നിട്ട് പിന്നെയും സ്റ്റോക്ക് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാണ്. പക്ഷേ ഇൻഡെക്സ് എന്താ ചെയ്തത്? ഇൻഡെക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മുടെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന്, അതോ എക്സ്ട്രീം റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാവുന്നതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇത് ഓൾറെഡി നല്ല മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത്രയൊക്കെ 100% സ്റ്റോക്ക് പോയിരിക്കുന്നത്. സോ അതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്ററിൻ്റെ സ്ട്രെങ്ത്. വീക്ക്ലി ചാർട്ട് നോക്കിയാൽ ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് സ്റ്റോക്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നിന്ന് ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചും ഈ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.